നിറഞ്ഞ സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ചെല്ലാനത്തുള്ള വാൽമുതുക് കാട്ടുപുറം എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഒരു കൂട്ടം കലാകാരന്മാരെയാണ്. കൊച്ചിൻ ഉണർവ് എന്ന ട്രൂപ്പുള്ള ഒരു നാടൻ പാട്ട് പാടുന്ന കുറച്ച് കലാകാരന്മാരെ ഞങ്ങളുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് ചോദിച്ചറിയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് കൊച്ചിൻ ഉണർവ് ട്രൂപ്പ്. നമ്മളൊരു അടിപൊളി പാട്ട് തന്നെ നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്നറിയാം. ധനേഷാണ് ഇത് മുമ്പോട്ട് കൊണ്ടത്. കൊച്ചിൻ ഉണർവ് എന്ന ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടത് കോർഡിനേറ്റർ ധനേഷാണ്. നമുക്ക് ആദ്യം ധനേഷോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ട്രൂപ്പിൻ്റെ വിശേഷങ്ങൾ എന്തെന്ന് നമുക്കിത് ആദ്യം ചോദിക്കാം. എന്താ ഗ്രൂപ്പിനെ കുറിച്ച് എന്താ ആദ്യം പറയാനുള്ളത്? ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒരു സമയം തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ് കേരളത്തിൻ്റെ പുറത്ത് കർണാടകയിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതും സുപ്രസിദ്ധ സിനിമാ താരങ്ങളുടെ ഒരു പ്രോഗ്രാമായിരുന്നു. കലാഭവൻ നൗഷാദും മറ്റേ കലാശാല ബാബു സാറ് ടോണി സാറെ കൂടിയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. കർണാടകയിൽ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ ഇത് തുടങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണ് തുടങ്ങിയത്. അച്ഛൻ വേലപ്പാടെന്ന് പറഞ്ഞൊരു സമ്മതിയിട്ട് അത് അച്ഛൻ്റെ മരണശേഷം ഞാനാണിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ 15 വർഷത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിരിക്കണമായിരുന്നു. കോവിഡിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഇതിൽ കൊണ്ട് ഞങ്ങളങ്ങനെ മാറ്റി വെച്ച്. കാരണം പ്രോഗ്രാമും ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ അറിയാമല്ലോ, പ്രളയം കഴിഞ്ഞ പ്രോഗ്രാമൊന്നും ഇല്ല. കേരളത്തിലുള്ള ഒട്ടുമിക്ക കലാകാരന്മാർക്കും പ്രോഗ്രാം ഇല്ല. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങിയ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ വന്നൊരു നമ്മളുടെ ഒരു പരിപാടി ഇങ്ങനെ ഒന്ന് ജനങ്ങളെ അറിയിക്കണം എന്നാവശ്യപ്പെടുന്നത് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ചെല്ലാനം മീഡിയയ്ക്ക് നന്ദി പറയുകയാണ്, ഹൃദയത്തിൻ്റെ നന്ദി പറയുകയാണ് ഞങ്ങൾ ട്രൂപ്പിൻ്റെ അതിൻ്റെ പേരിൽ. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ചെല്ലാനം മീഡിയയിൽ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങനെ കൊറോണ എഫക്റ്റ് ചെയ്തായിരുന്നോ നിങ്ങളുടെ പ്രോഗ്രാംസിനെ? എല്ലാവർക്കും തന്നെ നമ്മുടെ സമിതികളുടെ മിക്കവരും തന്നെ ബാധിച്ചായിരുന്നു. അല്ലാണ്ട് തന്നെ പ്രോഗ്രാം ഇല്ല. പ്രോഗ്രാം കേരളത്തിലുള്ള മിക്ക കലാകാരന്മാർക്കും പ്രോഗ്രാം ഇല്ലല്ലോ. പിന്നെ ഇതിൻ്റെ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ഒട്ടുമിക്ക കലാകാരന്മാർ നമ്മളെ വിട്ട് ഒരുപാട് പേര് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും വരെന്ന് പറഞ്ഞാൽ ബാനർജി, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്. പുള്ളിനെ മറ്റൊക്കെ ഒരു വേദികളുള്ള അവസരം ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ മത്തായ സുനിൽ, കുട്ടവൻ മാഷ്, രമേശ് ചേട്ടൻ, മറ്റേ കല്ലക്കുട്ട രമേശ് ചേട്ടൻ, ഇവരോട്ടൊക്കെ പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഗുണമെന്ന് പറഞ്ഞത്രേ ഉള്ളൂ, കേരളത്തിൽ അറിയാൻ പറ്റി. ബാനർജി അണ്ണൻ ഞങ്ങളിൽ നിന്നും വിട്ടുപോയി. അതുപോലെ തന്നെ ഉണർവിൻ്റെ ആദ്യകാലം തൊട്ട് എൻ്റെ കൂടെ ഉണ്ടാകുകയും എനിക്ക് വേണ്ട എല്ലാവരും സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ ഒരു രംഗസജ്ജീകരണം ചെയ്ത് ഞങ്ങളെ സഹായിച്ചു പോകുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ബാബുണ്ണൻ ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയി. അങ്ങനെ ഒട്ടനവധി കലാകാരന്മാർ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ധനേഷ്, നമുക്കൊരു പെർഫോമൻസ് കാണാം. ചെല്ലാൻ പിടിക്കേണ്ട ഒരു അടിപൊളി പാട്ടായിക്കോട്ടെ, വലിയൊരു വിരുന്നായിക്കോട്ടെ. ധനേഷ്, സൂപ്പർ പെർഫോമൻസ്, അടിപൊളിയായിട്ട് പാടി. അത് കേൾക്കുമ്പോൾ തന്നെ എനർജി വരും അല്ലേ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനിയെങ്കിൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇത് പ്രോഗ്രാം
കോർഡിനേറ്റ് ചെയ്യണത് റില്ലാണ്. ഒരു 9 വർഷത്തോളമായിട്ടുണ്ട് ഉണർവിൻ്റെ കൂടെ. പുള്ളി അതുകൂപ്പാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക സമിതികളിലും പുള്ളി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സമിതികളിൽ ഇന്നും പുള്ളി പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ വന്നിട്ട് 9 കൊല്ലമായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടും കൂടിയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. പേര് എൻ്റെ പേര് റിനിൽ, സ്ഥലം എഴുപുന്ന. ഇവിടെ ഉണർവിൻ്റെ ചെറിയ സിംഗറാണ്. പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ അത്യാവശ്യം പ്രോഗ്രാമുകളായിട്ട് പോകുന്നു. മറ്റു സമിതികളിലും എല്ലായിടത്തും ഉണ്ട് അത്യാവശ്യം പ്രോഗ്രാമൊക്കെ ആയിട്ട്. എൻ്റെ പേര് സഞ്ജു, സ്ഥലം നമ്മുടെ വൈപ്പിൻ ഇളവനക്കാടാണ്. ഇപ്പോൾ ഉണർവിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നു. 15 വർഷത്തോളമായി ഇപ്പോൾ ഉണർവിൻ്റെ കൂടെ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഉണർവിൻ്റെ കൂടെ ചെയ്യുന്നു. അല്ലാതെയും കുറച്ച് സമിതികളിൽ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ പോകുന്നു. ഇപ്പോൾ എൻ്റെ പേര് അശ്വിൻ, പാണാവള്ളിയാണ് സ്ഥലം. 3-4 വർഷമായിട്ട് ഉണർവിൻ്റെ കൂട്ടത്തിലുണ്ട്. മിക്ക സമിതികളിലും പോകുന്നുണ്ട് പ്രോഗ്രാമിന്. അല്ല, ഇപ്പോൾ 2 ട്രൂപ്പിലാണ് പോകുന്നത്. ഇവിടെ കൊച്ചിൻ ഉണർവ്, പിന്നെ ചേർത്തല ഒരു ആലപ്പുഴ വേദിക എന്ന് പറഞ്ഞൊരു സമിതിയുണ്ട്. അങ്ങനെ പോകുന്നു. പേരെന്തായിരുന്നു? നയന. എത്ര വർഷമായി പഠിച്ചിട്ടുണ്ടോ? സംഗീതം പഠിച്ചിട്ടാണോ? ഓക്കെ. ഹസ്ബൻഡിന് കട്ട സപ്പോർട്ടാണല്ലേ? ഇഷ്ടമാണോ നാടൻ പാട്ട്? നാടൻ പാട്ട്. എൻ്റെ പേര് കൃഷ്ണരാജ് എന്നാണ്. എൻ്റെ കലൂരാണ് എൻ്റെ വീട്. ഒരുപാട് നാളായി പല സമിതികളിൽ ഇങ്ങനെ തകിൽ വായിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ചെണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധനേഷാനായിട്ട് പരിചയപ്പെട്ടു. പിന്നെ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് ഗ്യാപ്പൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റാതായി. ഇപ്പോൾ തകിൽ ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ടുള്ളൂ. അടുത്ത പെർഫോമൻസ് സൂപ്പറായിട്ട് ഒരു പാട്ട് പാടാൻ പോവാണ് നയന. നമുക്ക് നയനയുടെ പാട്ട് കേൾക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. അതിരാതിരേ അതിരാറു ദേവകളെ അതിരം എന്താണിത്ര നേരം വൈകേ അതിരാതിരേ അതിരാറു ദേവകളെ അതിരം എന്താണിത്ര നേരം വൈകേ നമ്മളുടെ ഇതിപ്പോൾ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. ഇനിയും ഒരുപാട് പേര് നമുക്ക് വരാനുണ്ട്. തൃശ്ശൂർ നമ്മൾ 17 പേര് വെച്ചാൽ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ കുറച്ച് പേര് തൃശ്ശൂരാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വിഷ്വലുകളുണ്ട്. നമ്മുടെ നാടൻ കലകൾ കൂടെ ചെയ്യാനാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ തെയ്യം, ഈ പറഞ്ഞ പോലെ കോലുകളി, കരിങ്കാളി, വട്ടംപിടി തെയ്യം, ഇങ്ങനെയുള്ള പരുന്ത്. ഈ പരുന്തൊക്കെ ചെയ്യുന്ന പയ്യൻ കോട്ടയത്തുള്ളതാണ്. വിഷ്വൽ കളിക്കാൻ പറ്റുന്ന പയ്യൻ തൃശ്ശൂരുള്ളതാണ്. ഇവരെ കൂട്ടിയാണ് പ്രോഗ്രാം 2.5 മണിക്കൂർ ഇത് പാട്ട് വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത്. കതിരാടും മിഴിയാളെ തമ്പുരാട്ടിടും കരിങ്കാർ കോര പതിച്ചാട്ടെ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാ
ഈ കൊച്ചിൻ ഉണർവ് എന്ന ഈ ഗ്രൂപ്പില് നിങ്ങൾ നാടൻ പാട്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതല്ലാതെ വേറെ എന്ത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്? സൊസൈറ്റിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചിയിലൊരു റിസോർട്ടിൽ വെച്ചിട്ട് ഈ അംഗവൈകല്യമുള്ള പിള്ളേർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്തു. പിന്നെ ഞാനൊരു 10-12 സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചെല്ലാനത്ത് 4 കുട്ടികൾക്ക് കരൾ രോഗം ഉണ്ടായിരുന്നില്ലേ, നല്ല കുറച്ച് കാലം മുമ്പ് അവർക്ക് വേണ്ടി ആദ്യമായിട്ട് ഞാൻ ഉണർവ് ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ അതുപോലെ വേറൊരു കുട്ടിക്കും വേണ്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങ് അടുത്ത് തന്നെ ഒരു സഞ്ജുവിൻ്റെ ഏറെപ്പുള്ള വൈപ്പിലുള്ളൊരു ചേട്ടന് വേണ്ടി അടുത്ത ആഴ്ച തന്നെ ഒരു പ്രോഗ്രാം കൂടി ചെയ്യുന്നുണ്ട്. അത് നമ്മളെല്ലാം ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് സഞ്ജു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിന് വഴിയാണ് ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. കാര്യം തന്നെയാട്ടോ, നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് വേറെ ആൾക്കാരെ സഹായിക്കാന്ന് വെച്ചാൽ വലിയൊരു നല്ലൊരു മനസ്സ് തന്നെയാണ് എല്ലാവരുടെയും. അതെ. താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനോ താനന്ദിനം താനോ താനേ ധനുഷേ, ഓൾമോസ്റ്റ് എല്ലാവരും പാടിയിട്ടുണ്ടല്ലേ? അടിപൊളി. ഇത്രയും സൂപ്പറായിട്ട് എല്ലാവരും പാടുമെന്ന് വിചാരിച്ചില്ല. സൂപ്പർ, പറയാനൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നയനയുടെ പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ചോദിച്ചപ്പോഴേക്കും ഭയങ്കര ചമ്മി, പക്ഷെ പാടാൻ വന്നപ്പോഴേക്കും ആൾ അടിപൊളിയായിട്ട് പാടി. ഫുൾ എനർജി, ഒന്നും പറയാനില്ല. ആണല്ലേ? ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പ്രോഗ്രാം ടൈം ഉണ്ടല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് എല്ലാവർക്കും നിങ്ങൾ ഇതുപോലെ തന്നെ 17 പേരും ഇതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ അടിപൊളിയായിട്ട് തന്നെ പാടി എൻജോയ് ചെയ്യട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ ചെല്ലാനം മീഡിയയുടെ പേരിലും ആശംസിക്കുന്നു. ഓക്കെ, ഇനി അവസാനമായി ഞങ്ങൾക്ക് ഒരു അടിച്ചുള്ളി പാട്ട് ഫുൾ എനർജിയിൽ ഇത്രയും പേരോടുകൂടി ഫുൾ എനർജിയിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഓക്കെ. താതയ്യം തയ്യാരം തയ്യാരം മന്ത്രദേവിയേ താതയ്യം തയ്യാരം തയ്യാരം മന്ത്രദേവിയേ താതയ്യം തയ്യാരം തയ്യാരം മന്ത്രദേവിയേ താതയ്യം തയ്യാരം തയ്യാരം മന്ത്രദേവിയേ താതയ്യം തയ്യാരം തയ്യാരം
മതി